ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നിങ്ങളുമായി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെയാണ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രീതിയാണ്. നമ്മളിൽ പലരും അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് താൽക്കാലികമായി അത് പ്രവർത്തനമല്ലാത്ത രീതിയിലേക്ക് മാറ്റാറുണ്ട്. എന്നാൽ അതൊരിക്കലും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയല്ല, മറിച്ച് നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്തത് മുതൽ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഗൂഗിൾ ഇമെയിൽ ID വെച്ച് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയം വരെയുള്ള നേരത്തേക്ക് മാത്രമായി അവയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളത്. ഇനിയിപ്പോൾ അതിനായി ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയായിട്ടുള്ള സെറ്റിംഗ്സ് എന്ന ഭാഗം കൊടുത്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി ഇത് നിങ്ങളുടെ മൊബൈലിലാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം അത് ഡെസ്ക്ടോപ്പ് വ്യൂ മോഡിലോട്ട് മാറ്റുക. ഇതേ രീതിയിലുള്ള സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ. ഇനി ഇവിടെയായിട്ട് നമുക്ക് ചെയ്യേണ്ടത് താഴെയായിട്ടുള്ള ഡൗൺലോഡ് എ കോപ്പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡ് എ കോപ്പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതുമായി അതിന് ബന്ധം ഇല്ല എങ്കിലും ഇതുവരെയുള്ള നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു കമന്റുകളുമായ എന്തും നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ, ഷെയർ ചെയ്തിരിക്കുന്നവ അല്ലെങ്കിൽ ചാറ്റ് ഹിസ്റ്ററി അവയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ IDയിലോട്ട് ഓപ്പൺ ആവുകയും ഇമെയിൽ IDയിൽ ബാക്കപ്പ് ആവുകയും ചെയ്യുന്നതാണ്. ഇനി അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതിനായി നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ പുതിയതായിട്ടുള്ള ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ പുതിയൊരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം അവിടെ fb.www.facebook.com/help/delete account എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. നമുക്ക് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുകളിലായിട്ട് നിങ്ങളുടെ നിലവിലുള്ള പാസ്വേഡ്, ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച പാസ്വേഡ് എന്താണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് അവിടെയായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. താഴെ സെക്യൂരിറ്റി ചെക്ക് എന്നുള്ള ഭാഗത്ത് ടെക്സ്റ്റ് ഇവിടെയായിട്ട് പൂർണ്ണമല്ലാത്ത രീതിയിൽ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അത് എൻ്റർ ചെയ്ത് കൊടുക്കും. കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുത്തതിൽ നമുക്ക് താഴെ ഓക്കെ അടിക്കാം, ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് പെർമനന്റ്ലി ഡിലീറ്റ് അക്കൗണ്ട്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഡീആക്ടിവേറ്റഡ് ഫ്രം ദ സൈറ്റ് ആൻഡ് വിൽ ബി പെർമനന്റ്ലി ഡിലീറ്റഡ് വിത്തിൻ 14 days. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ലോഗൌട്ട് ആയിരിക്കുകയാണ്. ലോഗൌട്ട് ആവുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത 14 ദിവസത്തേക്ക് നിങ്ങൾ ഇതുപോലുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അതേ സമയം തന്നെ അല്ലെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോകുന്നതല്ല, മറിച്ച് നിങ്ങൾ 14 ദിവസം, അടുത്ത് വരുന്ന 14 ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം.